സാധനം കൂടെ ഉണ്ട്, അതും കൂടെ എടുത്തിട്ട് ഇതാ വരുന്നു കേട്ടാ. എന്തൊക്കെയാന്ന് അറിയാവോ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത്? എല്ലാം പൊന്നൂസിന് ഇഷ്ടമുള്ള പരിപ്പ് കറി, ചോറ്, തോരൻ എല്ലാം അങ്ങോട്ട് ഉരുട്ടി അവർക്ക്. എന്തൊക്കെയുണ്ട് സ്കൂളിൽ വിശേഷം? സൂപ്പറായി. പൊന്നൂനിനി അമ്മ വാരി തരട്ടെ? ആ മോളെ, ഇനി അമ്മ വാരിത്തരും മോളെ. വേണ്ട, എനിക്ക് ശാരദ അമ്മ വാരി തന്നാ മതി. എന്താ ശാരദാമ്മ ഇവളിങ്ങനെ? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, കുറേ നടക്കുന്നുണ്ട്, മാറി മാറി പോവാണ്, മിണ്ടുന്നേ ഇല്ല എന്നോട്. പൊന്നൂസേ, ഇനി ഇതാണ് നമ്മുടെ അമ്മ. ഇനി അമ്മ വാരിത്തരുവേ. എനിക്കിഷ്ടല്ല. എന്താ ശാരദാമ്മേ, ഞാൻ രണ്ടാം കല്യാണത്തിന് സമ്മതിച്ചത് ഈ പൊന്നൂനെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ്, അല്ലാതെ സ്വത്തൊന്നും കണ്ടിട്ടൊന്നും അല്ല. മോള് വിഷമിക്കണ്ട, അവളുടെ ഒരു പ്രകൃതം അങ്ങനെയാ. ആദ്യമൊന്നും അടുക്കില്ല, പിന്നെ പക്ഷെ വിട്ടുപോകത്തേ ഇല്ല. അങ്ങനെ അധികം നാളൊന്നും എന്നോട് പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ല, കണക്കൊക്കെ ഞാൻ മാറ്റിക്കളാം. ഇന്ന് നേരത്തെ വന്നോ മോനെ? ഇന്ന് നേരത്തെ ഇറങ്ങി. അല്ല ശാരദാമ്മേ, ഇവളിപ്പോഴാണോ ഭക്ഷണം കഴിക്കുന്നത്? അതവള് സ്കൂളിൽ നിന്ന് വന്നപ്പോ തന്നെ ഉറങ്ങിപ്പോയി. ഭയങ്കര ക്ഷീണാന്ന് പറഞ്ഞു, പിന്നെ ഇപ്പോഴാണ് എഴുന്നേറ്റത്. എന്തോന്ന് ശാരദാമ്മ, ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്യണ്ടേ? ഇനി മുതൽ ഞാൻ ശ്രദ്ധിച്ചോളേട്ടാ. എനിക്ക് നാളെ വൈകുന്നേരം ഡൽഹി പോണം, അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന്. എത്ര ദിവസത്തേക്കേട്ടാ? 4 ദിവസത്തെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡൽഹിയിൽ പോകണമെന്ന്, പണ്ടേ ആഗ്രഹമായിരുന്നു. ഞാനും വരുന്നുണ്ട്. അല്ല, പൊന്നൂനിവിടെ ക്ലാസ് ഉണ്ട്. അതിനെന്താ, ശാരദാമ്മ ഇല്ലേ? അത് ശരിയാ മോനെ, ഞാൻ നോക്കിക്കോളാം ഇവളെ. നിങ്ങൾ പോയിട്ട് വാ, മോളുടെ ഒരു ആഗ്രഹമല്ലേ. ഏട്ടാ, നമുക്ക് പോവാം. അത് വേണ്ട, ഞാനും കവിത ഇവിടെ ഇല്ലാതിരുന്നാൽ ഇവളുടെ കാര്യങ്ങളൊന്നും ശരിയാവില്ല. ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് നമുക്കൊരു വീക്കെൻഡ് ഔട്ടിങ് നടത്താം, എന്താ പറയുന്നത്? ഏട്ടൻ പറഞ്ഞാൽ ശരി. നമ്മളില്ലെങ്കിൽ മോള് ഒറ്റയ്ക്ക് നിൽക്കുന്നത് ശരിയല്ല. കണ്ട മോളെ, പൊന്നൂസിനോട് എന്ത് സ്നേഹാന്നറിയോ അമ്മയ്ക്ക്. എന്താ അമ്മ അതേ ഡൽഹിക്ക് പോലും പോവാതെ നിൽക്കുവാ മോളെ നോക്കാൻ. ചായ എടുക്കട്ടെ ഏട്ടാ? വേണ്ട, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. എനിക്കിനി മതി ശാരദ അമ്മേ. മതിയായോ? എന്നാലേ നമുക്കിന്നീ കൈയും കാലും മുഖമൊക്കെ കഴുകി ഹോംവർക്കൊക്കെ ചെയ്യണ്ടേ? ചെയ്യണം. കുറെ ഹോംവർക്ക് ഉണ്ടോ ഇന്ന്? കുറച്ചുണ്ട്. അമ്മ അപ്പോഴേ പറഞ്ഞ ഈ കല്യാണം വേണ്ടാന്ന്, ഈ കൊച്ചൊരു പാരയാവുന്നു. ഇതുപോലൊരു മൂശാട്ട പിടിച്ചൊരു കൊച്ചിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നല്ലൊരു ട്രിപ്പ് ക്യാൻസലായി. ഏട്ടന് 4 ദിവസത്തേക്കുള്ള ഷർട്ടും പാൻറ്റും പിന്നെ ഷോർട്സും ടീഷർട്ടും എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, സോക്സും ഇതാ വെച്ചിട്ടുണ്ട് ഇവിടെ. എടോ, താൻ ഇതൊന്നും ചെയ്യണമെന്നില്ല. രേഷ്മ ഉള്ളപ്പോഴും ഞാൻ തന്നെയാണ് എൻ്റെ ബാഗ് പാക്ക് ചെയ്യണം. ഇനി മോളുടെ ഏട്ടൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതെൻ്റെ കടമയാ, വേണ്ടതൊന്നും പറയണ്ട. എന്നാ പിന്നെ തൻ്റെ ഇഷ്ടം നടക്കട്ടെ. സത്യം പറഞ്ഞാൽ രേഷ്മ മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു വിവാഹം കഴിക്കാത്തത് വന്നു കയറുന്ന പെണ്ണ് ഞങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെ നോക്കുമെന്ന് അറിയാന്നിട്ട. ഇപ്പൊ പിന്നെ താൻ മോളെ നല്ലോണം സ്നേഹിക്കുന്നുണ്ടല്ലോ. അതെ ഏട്ടാ, പൊന്നുനെ കണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് ഓക്കെ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ, എനിക്ക് ഇനിയൊരു കുഞ്ഞ് വേണ്ടെന്നാണ്. നമുക്ക് പൊന്നുണ്ടല്ലോ. പൊന്നു മതി ഏട്ടാ. ഞാനിത് ഏട്ടനോട് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. പൊന്നു മതി. നന്നായി. എത്ര? അമ്മ വന്നോ? എന്താ അമ്മ വന്നേ? നീ വിളിച്ചു പറഞ്ഞപ്പോഴേ എനിക്ക് അവിടെ ഇരിക്കപ്പുറതയില്ല, അതാ ഞാൻ ഈ ഓടി വന്നത്. പിന്നെ നിനക്കിവിടെ ഒരു കുഞ്ഞില്ലെങ്കിൽ നിനക്കെന്താ അവിടെ വില?
അമ്മ വാ അകത്തോട്ട് വാ. ആ ശാരദാമ്മയെ കാണാൻ കേട്ടാറുണ്ടല്ലോ, അമ്മായിയമ്മയുടെ ഭരണമാണ് വേലക്കാരിയാണെങ്കിലും. അരവിന്ദേട്ടനാണെങ്കിൽ അവർ അമ്മയെ പോലെയാ. വാ അകത്തോട്ട് വാ. ആ കുരുപ്പ് സ്കൂളിൽ നിന്ന് വന്നു. ഇല്ല വന്നില്ല, വരാൻ പോന്നേ ഉള്ളൂ. നാ. ആ ഇതാര് സുമിത്രയോ? അയ്യോ മോളൊന്നും പറഞ്ഞില്ലല്ലോ സുമിത്ര വരുന്ന കാര്യം. അതെന്തൊരു ചോദ്യ ശാരദേ, മുന്നിക്കൂട്ടി അറിയിപ്പിച്ചിട്ട് വേണോ എന്റെ മോടെ വീട്ടിലോട്ട് വരാന്? അയ്യോ ഞാൻ അതല്ല കേട്ടോ ഉദ്ദേശിച്ചത്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ കരുതായിരുന്നു, അതാ. ഓ സ്പെഷ്യലൊക്കെ ഇനിയും ഉണ്ടാക്കാം. ഞാൻ കുറച്ചു ദിവസം ഇവിടെ തന്നെ കാണും. ആഹാ, ഓ അത് നന്നായി. അമ്മയ്ക്ക് ജ്യൂസ് എടുക്കട്ടെ? അയ്യോ ജ്യൂസ് എന്തിനാ മോളെ, ഞാൻ ചായ എടുക്കാലോ. ഞാൻ ഇപ്പൊ തന്നെ ചായ എടുത്തോണ്ടേ. എന്തൊരു അധികാരമാണ് ഇവക്ക് ഇവിടെ. ഞാൻ എന്ത് ചെയ്യാനാ അമ്മ? ഞാൻ എന്റെ മോളായിട്ട് പറയല്ല, ഒരു വേലക്കാരി നിലയ്ക്ക് നിർത്താൻ ഇതുവരെ അറിയത്തില്ലല്ലോടി. കഷ്ടം തന്നെ. ഇങ്ങനെ പോയാലേ ആ വേലക്കാരിക്ക് സമമായിരിക്കും നീ. അയ്യോ ഇപ്പൊ എന്ത് ചെയ്യും അമ്മ? ആദ്യം അവളെ ഇവിടുന്ന് തുരത്തണം, എന്നാലേ ആ കൊച്ചു നമ്മുടെ കൈ വരുത്തുള്ളൂ. അത് ശരിയാ. ആ നാശം പിടിച്ച കൊച്ചിനാണെങ്കിൽ എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. അത് അപകടമാണോ? അരവിന്ദിന് നിന്നോട് സ്നേഹമുണ്ടോ? ആ അയാൾക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ ആ പൊന്നു കഴിഞ്ഞിട്ടുള്ള അയാൾക്ക് വേറെ എന്തും. അത് മാറ്റിയെടുക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. ഞാനിങ്ങനെ മാറ്റിയെടുക്കാനാ അമ്മ? അത് ഞാൻ പറഞ്ഞു തരണം. ഓരോ കഴുത. അമ്മയൊന്ന് പതുക്കെ പറ, അവര് കേൾക്കും. അപ്പൊ നമുക്ക് റൂമിൽ പോവാം. ഇവിടെ മൊത്തത്തിൽ ഒരു ശുദ്ധികലശം ചെയ്തിട്ടേ ഞാൻ പോകത്തുള്ളൂ. വാ നമുക്ക് പോവാം. വാ. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ, അതല്ലേ വലുതാവുള്ളൂ. ശാരദാമ്മേ, ഓ ഞാൻ അച്ഛൻ എപ്പോ വരും? അച്ഛൻ ദൂരെ പോയേക്കല്ലേ മോളെ, ഡൽഹിയില്. 2 ദിവസം കഴിയുമ്പോ അച്ഛൻ വരും കേട്ടോ. ആഹാ, ഇതെന്തൊരു പരിപാടിയാ? ഇത്രയും വളർന്ന കൊച്ചിന് വാരി കൊടുക്കണോ? അത് പിന്നെ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാ സുമിത്രേ, ഒന്നും കഴിക്കില്ല. അതുകൊണ്ടാ വാരി കൊടുക്കുന്നത്. അപ്പൊ സ്കൂളിൽ പോകുമ്പോ ആര് വാരി കൊടുക്കും? ആ സ്കൂളിൽ പോകുമ്പോ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലുമൊക്കെ വാരി തിന്നുമായിരിക്കും. ആ അപ്പൊ പൊന്നുവിന് വാരി കഴിക്കാനൊക്കെ അറിയാം. ശാരദ ആ പാത്രം ഇങ്ങെടുത്തെ. ഇനി പൊന്നുവിന് ആരും വാരി കൊടുക്കണ്ട, ഇനി അവള് തന്നെ വാരി കഴിച്ചോളൂ. ഇതാ മോളെ വാരി കഴിക്ക്. എനിക്ക് വേണ്ട. ശരിയുള്ളതെല്ലാം കൊച്ചിന്റെ അഹങ്കാരം നോക്കൂ. അതങ്ങനെ വളർത്തി വഷളാക്കി വെച്ചേക്കുവല്ലേ. ദേ ശാരദാമ്മേ, നിങ്ങളൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കൊച്ചു വളർന്നു വരുമ്പോഴേ നിന്റെ സ്വഭാവം മോശമായല്ലേ നിങ്ങളോടാരും ചോദിക്കത്തില്ല, എന്റെ മോളടുത്തേ ചോദിക്കത്തുള്ളൂ. അത് ശരിയാ മോളെ, ഇനി മുതൽ മോളെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഈ അമ്മയാണ് കേട്ടോ. എനിക്കിഷ്ടല്ല ഈ അമ്മേനെ. ദേ കൊച്ചുവായില് വലിയ വർത്താനം പറഞ്ഞാലേ ഒറ്റ അടി വെച്ചേരും. കടി കടി ചെയ്തു. അയ്യോ പൊന്നു കരയല്ലേ മോളെ, പൊന്നുവിന് ആരും ഇവിടെ ഒന്നും ചെയ്യില്ല കേട്ടോ. ശാരദമ്മ വാരിത്തരാം, കരയല്ലേ മോളെ, കരയണ്ട. ശാരദാമ്മയോടല്ലേ പറഞ്ഞ വാരി കൊടുക്കണ്ടെന്ന്? നിങ്ങൾക്ക് അടുക്കള വേറെ പണിയൊന്നും ഇല്ലേ? പോയി അടുക്കള വല്ലതും ചെയ്. നിർത്തതിന്റെ കഴിച്ചല്. മര്യാദക്ക് ഇതിനകത്ത് ഒരു തരി പോലും ബാക്കി വെക്കാതെ മൊത്തം കഴിച്ചോണം, ഇല്ലെങ്കിൽ അടിച്ച പൊട്ടിച്ച കളയും. എന്തിനാണ് കിടന്ന് കരയുന്നത്? നിന്റെ ആളിവിടെ ചത്തുപോയോ? അമ്മ, അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടെങ്കിൽ എന്തെങ്കിലും കാര്യം നടക്കുള്ളൂ. അതിനുള്ള പണി എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ നോക്കിക്കോളാം. ഇത് കണ്ട ശാരദേ, പൊന്നി ഇത് മൊത്തം കഴിച്ചു. പേടിച്ചിട്ടായിരിക്കും. ആ പിള്ളേരായ കുറച്ച് പേടിയൊക്കെ വേണം. പേടിയില്ലാത്ത പിള്ളേരാ വലുതാകുമ്പോ വഴിതെറ്റി പോകുന്നത്. ഒന്നാതെ ഒരു പെങ്കൊച്ച അവിടെ താളത്തിനെല്ലാം തുള്ളി നിന്നാലേ വലുതാകുമ്പോ ഒരു അനുസരണയും കാണത്തില്ല. പൊന്നൂനെ ഈ വീട്ടിൽ ആരും അങ്ങനെ വഴക്ക് പറയാറില്ല. പിന്നെ അമ്മയില്ലാത്ത കുഞ്ഞല്ലേ, അരവിന്ദിന് പൊന്നൂനെ വഴക്ക് പറയുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. പിള്ളേരായ കരയും വാശി പിടിക്കും എന്ന് വെച്ച് അവരുടെ വാശിക്കല്ലേ നമ്മൾ കൂട്ടുനിൽക്കുകയല്ല വേണ്ടിയത്. അങ്ങനെ പറയല്ലേ സുമിത്ര. അല്ലെങ്കിൽ തന്നെ അവൾ എങ്ങനെ പോലെ ശാരദയ്ക്ക് എന്താ കുഴപ്പം?
അയ്യോ ഞാൻ അവളെ എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെയാ നോക്കുന്നത്. ആ നോക്കേണ്ട കുഴപ്പം കൊണ്ടാ അവൾ ഈ കൊച്ചിലെ ഇത്ര അഹങ്കാരിയായി പോയത്. അയ്യോ അത് അഹങ്കാരം കൊണ്ടല്ല, അവളുടെ പ്രകൃതി അങ്ങനെ ആയതുകൊണ്ടാ. അതൊക്കെ ഞാൻ ശരിയാക്കി എടുത്തോളാം. ആ ശാരദ, അവള് ചോറ് കഴിച്ചോണ്ടിരുന്നപ്പോഴേ ശാരദ തിരക്കിയായിരുന്നു. അവളെന്നെ വിളിക്കും. ആ അയ്യോ അമ്മേ, അയ്യോ അയ്യോ ശാരദ, എന്ത് പറ്റി ശാരദ? അയ്യോ എനിക്ക് വയ്യ. അയ്യോ വേദനയുണ്ട് ശാരദ? എന്റെ നടുവിന് എന്തോ പറ്റി സുമിത്രേ. എന്ന് ഒരു കാര്യം ചെയ്, ശാരദ ലീവ് എടുത്ത് വീട്ടിൽ പോ. അയ്യോ ഞാൻ വീട്ടിൽ പോയാൽ ശരിയാവൂല. എന്റെ പൊന്നുവിന്റെ കാര്യമൊക്കെ ആര് നോക്കൂ. പൊന്നിന്റെ കാര്യം നോക്കാനല്ലേ ഞാനും കവിത ഇവിടെ, ഞങ്ങൾ നോക്കിക്കോളാം. അയ്യോ അരവിന്ദ് വരുമ്പോ അത് ശരിയാവൂല. ഞാൻ ശരിയാ. ശാരദ നിക്ക്, വാ എഴുന്നേറ്റ് വാ. അയ്യോ എന്തോ പറയാനെന്ന് പറ. വാ ഇവിടെ കൈ വെച്ച് പിടിച്ചേ, ഞാൻ എഴുന്നേപ്പിക്കാം. അയ്യോ അയ്യോ നടക്ക് നടക്ക്, പതുക്കെ നടക്ക്. മോളെ, മോളെന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ശാരദാമ്മ പോയത് കൊണ്ടാണോ? ശാരദാമ്മയ്ക്ക് നടുവിന് സുഖമില്ലാത്തോണ്ടല്ലേ പോയത്? മോളാണ് എന്തിനാ വിഷമിക്കുന്നേ? മോക്കണ്ട അമ്മയുണ്ടല്ലോ ഇവിടെ. എനിക്കറിയാം നിങ്ങൾ ശാരദാമ്മനെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാണെന്ന്. എന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നോട്ടെ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്കെല്ലാം അറിയാം. കണ്ടു അമ്മ അവള് പറഞ്ഞിട്ട് പോയത്? കൊണ്ടുകയും ചെയ്ത് കേൾക്കുകയും ചെയ്തു. ഈശ്വര, അരവിന്ദൻ വന്നു കഴിഞ്ഞാട്ടല്ലോ ഇവളെല്ലാം പറഞ്ഞു കൊടുക്കും. ആ അരവിന്ദനാണെങ്കിൽ ഇവള് പറയുന്നതാ വേദവാക്യം. ഇവക്ക് വേണ്ടിയിട്ടാ ഒരു കൊച്ചു പോലും വേണ്ടെന്ന് വെച്ചിരിക്കുന്ന അയാള്. ആ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചിട്ടാ ഈ രണ്ടാം കെട്ടാണെങ്കിലും ഇയാളെ കല്യാണം കഴിച്ചത്. ഈ പിശാശു പിടിച്ച കൊച്ചു കാരണം ജീവിക്കാൻ സമ്മതിക്കത്തില്ല. കടന്ന് മോങ്ങാതടി. ഈ സ്വത്ത് കണ്ടോണ്ട് തന്നെ ഒരു രണ്ടാം കെട്ടുകാരൻ ഇവിടെ നിന്നെ കെട്ടിച്ചയച്ചത്. നിനക്ക് താഴെ രണ്ടെണ്ണോടെ നിൽക്കുന്നു. അതുങ്ങളെ എനിക്ക് കെട്ടിച്ചു വിടണം. ആദ്യം ഇതൊരു തടസ്സമാണെങ്കിൽ ഇതിനെ ഞാൻ കൊന്നിരിക്കും. അമ്മ എന്ത് മണ്ടത്ര പറയുന്നേ? ഒരു കൊലപാതകമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാലത്ത് റിസ്ക് ആണ്, പോലീസ് പിടിച്ച് ജയിലിലിടും. അതിന് തെളിവില്ല എന്ന പോലെടി.
ആനന്ദേട്ടാ മിണ്ടിപ്പോരുത് നീ. കൊന്നു കഴിഞ്ഞ എന്റെ മോളെ. നീ എന്ത് വിചാരിച്ച് ഞാൻ ഇവിടെ തനിച്ചാക്കിയിട്ട് അങ്ങ് ഡൽഹി പോയി കളയുന്ന? പാവപ്പെട്ട വീട്ടിലെ കൊച്ചല്ലേ, കഷ്ടപ്പാടൊക്കെ അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനാണ് ഇവനെ ഈ കല്യാണത്തിന് നിർബന്ധിച്ചത്. നിന്റെയൊക്കെ മനസ്സ് ഇത്ര വൃത്തികെട്ടതായി പോയല്ലോ. എടി പൊന്നു, നീ ആയിട്ട് അടുക്കള നിറഞ്ഞപ്പോ തന്നെ ഞാൻ ശ്രദ്ധിച്ചതാ. നിന്റെ പ്രതികരണം അറിയാൻ വേണ്ടിയിട്ടാ നമുക്കൊരു കുഞ്ഞ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ മോളെ കൊല്ലാൻ നോക്കിയ നിന്നെയൊക്കെ ഉണ്ടല്ല, എനിക്ക് തീർക്കറിഞ്ഞുകൂടത്തോണ്ടല്ല. ഈ കുഞ്ഞിനെ